വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക ആഘാതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീരദേശ മേഖലയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരള തീരം അതിരൂക്ഷമായി കടലെടുത്തിരുന്നു. ആഗോളതാപനം തീരശോഷണത്തിന് വലിയൊരു കാരണമായെന്നാണ് സമുദ്രപഠന ഗവേഷകരും പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ പുതിയ രൂപരേഖ തയ്യാറാക്കുകയാണെങ്കിൽ തീരദേശത്തെ 9 ജില്ലകളെ കടൽ കാർന്നെടുത്തതായും കാണാം. കേരളം നേരിടുന്ന ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമാണ് തീരശോഷണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷമായി വ്യാപകമായി തീരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടലൊരു ആവാസ വ്യവസ്ഥയാണ്. ആ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർക്ക് കടലിന്റെ മാറ്റം അറിയാമായിരുന്നു. ആ മാറ്റത്തിനനുസരിച്ച് ജീവിതവും മാറിയിരുന്നു. എന്നാൽ ഇന്ന് കടലിന് എന്ത് സംഭവിക്കുന്നു? അവരുടെ തീരത്തിന് എന്ത് സംഭവിക്കുന്നു? പരിസ്ഥിതി തന്നെയാണ് ഏറ്റവും വലിയ മുന്നൊരുക്കം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്ന അഴുക്ക്, കച്ചട വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകൾ ഇത് മൊത്തവും കടലിൻ്റെ അടിത്തട്ടിൽ പാകും തോറും അവിടെ ഗർത്തങ്ങൾ ഉണ്ടാകുന്നു. മുകളിൽ നമ്മൾ ഡിസ്കവറി ചാനലിലൊക്കെ ചെറുപ്പത്തിലൊക്കെ കണ്ടു കാണാം ഈ സ്വർണ്ണ ഖനികൾ പൊട്ടിത്തെറിക്കുന്നത്. അതേ കണക്ക് കടലിൻ്റെ അടിഭാഗത്തും മുമ്പ് സുനാമി രൂപം കൊണ്ടതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു ഘടകം തന്നെയാണ്. കടലിൻ്റെ അടിത്തട്ടിലെ ജീവജാലകങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ കടലിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റുകൾ. കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇപ്പോൾ കടലിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഒരു കടൽ വരും, അത് തെക്കിൽ നിന്നും വടക്കോട്ട് ശക്തമായിട്ടുള്ള ഒരു കടൽ വരും. ഈ കടലിന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് തീരമില്ലാത്ത ഈ തീരങ്ങളുള്ള സമയത്ത് ഈ വെള്ളം കയറി കൊട്ടാങ്കുളം എന്നാണ് ഞങ്ങൾ പറയപ്പെടുന്നത്. കൊട്ടാങ്കുളം കയറി കിടക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുകൾ അതിൽ നിന്നാണ് കളിക്കുന്നത്. അത് ആ കടൽ സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും വരുന്ന കണക്കും വരും. അത് സ്വാഭാവികമാണ്. അതിനൊരു കള്ളക്കടലായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. ആഗോളതാപനം കടലിന്റെ ആവാസ വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. മത്സ്യസമ്പത്ത് കുറയുകയും ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. നേരികടൽ ഈ സമയത്ത് വരത്തില്ല. നേരികടൽ ഏറ്റവും കൂടുതൽ വരുന്നത് മൺസൂൺ സമയത്ത്, പ്രത്യേകിച്ചും ജൂലൈ ഏതാണ്ട് ആഗസ്റ്റ് ഈ 2 മാസമാണ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് നേരെ എന്ന് വെച്ചാൽ പടിഞ്ഞാറ് ടു കിഴക്ക് ആ കടൽ. അപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ പേടിക്കുന്നത് ഈ കടലിനെയാണ്, ഈ നേരുകടലിനെ. കാരണം ഞങ്ങൾ പണിക്ക് പോകുമ്പോൾ ഇവർ കൃത്യമായിട്ട് ലെവലിൽ നിൽക്കും. കൃത്യമായിട്ട് നമ്മുടെ ഉപകരണങ്ങൾ നമ്മളെ ഇല്ലാതാക്കും, അടിച്ച് കമത്തും. ഇപ്പം നടക്കുന്നത് വടക്ക് പടിഞ്ഞാറ് മാറിയുള്ള കടൽ. നേരുകടലിൻ്റെ ഈ സമയങ്ങളിലാണ്, അതും ഒരാഴ്ചയൊക്കെ അപൂർവം നിൽക്കുള്ളൂ. പിന്നെ വരുന്നത് വടക്ക്, ഞാൻ പറഞ്ഞില്ല, വടക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കടൽ വരുന്നത്. അതേസമയം തന്നെ കടലിലെ പാറുകൾക്കിടയിൽ പുതിയ മത്സ്യസമൂഹങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നത് സമുദ്രത്തിന്റെ ആഴവും ഒഴുക്കും കൂടുന്നതിന്റെ സൂചനയാണ്. കടലിന്റെ ഗതിയും സൂര്യന്റെ സഞ്ചാര ദിശയും കാറ്റിന്റെ വേഗതയും കണക്കാക്കി ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോയ മത്സ്യത്തൊഴിലാളി മേഖല കടലിന് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. 563 കിലോമീറ്ററാണ് കേരളത്തിന്റെ ദൂരം. ഇനി ഒരു പഠനം നടത്തി കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ വീതിയിൽ പാതിയും നഷ്ടപ്പെട്ടതായി കാണാം. അതായത് കേരളത്തിന്റെ കരയുടെ പകുതി ഭാഗവും കടൽ കാർന്നിരിക്കുന്നു. ആഗോളതാപനത്തിന്റെ തോത് വർദ്ധിച്ചാൽ ഇനിയും കര കടലു കയറും. നമ്മൾ ഓരോരുത്തരും കേരളത്തിന്റെ തീരത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ക്യാമറമാൻ ബിജു പരവുവിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.